സ്നേഹവും സംരക്ഷണവും കരുതലും ബഹുമാനവും ചേർന്ന് ബാല്യത്തെ എത്ര സൗകുമാര്യമാക്കുന്നുവോ ജീവിതാന്ത്യവും അങ്ങനെയായിരിക്കണം. ഒരു ആയുഷ്കാലം മുഴുവനും അന്തസ്സായി ജീവിച്ചതിന് ശേഷം നമ്മുടെ എല്ലാം അന്ത്യദിനങ്ങൾ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും, ഈ ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനോ ക്ഷമ ചോദിക്കാനോ യാത്ര പറയാനോ നമുക്ക് സാധിക്കുമോ? പെട്ടെന്നുള്ള മരണങ്ങൾ ഇപ്പോൾ 10% ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഇതിനെല്ലാം നമുക്ക് സമയം കിട്ടേണ്ടതാണ്. നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മുടെ അന്ത്യദിനങ്ങൾ. പക്ഷേ അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ആധുനിക ചികിത്സാരംഗം ദിനംപ്രതി കൈവരിക്കുന്ന വളർച്ചാ വികാസങ്ങൾ തീർച്ചയായും പ്രത്യാശാജനകമാണ്. എന്നാൽ ചികിത്സകളൊന്നും ഇനി ഫലപ്രദമാകില്ലെന്ന് ബോധ്യമായ ക്യാൻസർ രോഗികളെയും വാർദ്ധക്യത്തിലെത്തിയവരെയും ഐസിയുകളിൽ തളച്ചിട്ട് മൂക്കിൽ ട്യൂബും ശ്വാസമെടുക്കാൻ കഴുത്തു തുളച്ച് ട്രക്കിയോസ്റ്റമിയും മേലാസകലം യന്ത്രങ്ങളും ഘടിപ്പിച്ച് ജീവന് തുല്യം സ്നേഹിക്കുന്നവരുടെ സാമീപ്യവും നിഷേധിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്നത് ക്രൂരതയാണ്. ഒരു വ്യക്തിയുടെ അന്ത്യദിനങ്ങൾ സമാധാനപൂർണവും ഗുണമേന്മയുള്ളതും ആകണമെങ്കിൽ പാലിയേറ്റീവ് പരിചരണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ അനുഭവം. ജീവിതത്തിൻ്റെ അന്ത്യദിനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തം വീട്ടിൽ കഴിയുക എന്നുള്ള കാര്യം. അത് സാധിക്കണമെങ്കിൽ വീട്ടുകാർക്ക് നമ്മുടെ രോഗത്തിനെ കുറിച്ചുള്ള ശരിയായ അവബോധം ഉണ്ടാക്കണം. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് നമ്മളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സാധിക്കണം. (2005) മുതൽ പ്രവർത്തിച്ചു വരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കിടത്തി ചികിത്സ നൽകുന്ന എടമുട്ടം ഹോസ്പീസിലൂടെയും വിവിധ സ്ഥലങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 18 ലിങ്ക് സെന്ററുകൾ വഴിയും ഇതുവരെ 54,000-ലേറെ പേർക്ക് പരിചരണമെത്തിക്കുകയും നിലവിൽ 8,400-ലേറെ പേരെ പരിചരിക്കുകയും ചെയ്യുന്നു. 200-ലേറെ സ്റ്റാഫും 1000-ലധികം സന്നദ്ധ പ്രവർത്തകരും അണിചേർന്ന ഈ പ്രവർത്തനം വഴി പരിചരണത്തിലിരിക്കെ ഓരോ മാസവും മരണപ്പെടുന്ന 400-ഓളം പേരിൽ 88% പേരെയും അന്ത്യദിനങ്ങൾ സ്വന്തം ഭവനങ്ങളിൽ അഭിമാനത്തോടെ കഴിയാൻ പര്യാപ്തമാക്കുന്നു. എന്നാൽ 12% ആളുകൾ ആശുപത്രികളിൽ എത്തിപ്പെടുകയും ഐസിയുകളിലും വെന്റിലേറ്ററുകളിലും അന്ത്യനിമിഷങ്ങൾ കഴിയേണ്ടി വരികയും ചെയ്യുന്നു. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് അബോധാവസ്ഥയിൽ കട്ടിലിൽ കിടക്കുന്നതിന് പകരം നമ്മെ കാണാൻ വരുന്ന പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാനും അവരോട് സംസാരിക്കാനും സാധിക്കുമെങ്കിൽ അവരോടൊപ്പം ഇരിക്കാനും സന്തോഷകരമായി സമയം ചെലവാക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ അന്ത്യദിനങ്ങൾ എത്രമാത്രം സന്തോഷകരമായിരിക്കുമല്ലേ. രോഗബാധിതരുടെ ഏതുതരം ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ കഴിയുന്ന മികച്ച കിടത്തി ചികിത്സാ സംവിധാനങ്ങളോട് കൂടിയ പാലിയേറ്റീവ് കെയർ ഹോസ്പീസുകളുടെ ആവശ്യകതയിലേക്കാണ് ഈ പ്രശ്നം നമ്മെ എത്തിക്കുന്നത്. ഹോസ്പീസ് എന്ന് വെച്ചാൽ ഗൃഹാന്തരീക്ഷമുള്ള ആശുപത്രി. അതിനകത്ത് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുകൾ HDU ഉണ്ടാകണം. HDUവിൻ്റെ അകത്ത് കട്ടിലിന് കൂടാതെ മേശയും കസാലയും ചെറിയൊരു സോഫയും ചെറിയൊരു കിച്ചൺ ഫെസിലിറ്റിയും ടോയ്ലറ്റും TV-യും പാട്ട് കേൾക്കുന്ന സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകണം. സാധാരണ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുന്ന ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് അല്ലെങ്കിൽ HDUവിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് മടങ്ങും എന്നുള്ളൊരു കാഴ്ചപ്പാട് അതിന് മനസ്സിനെ പാകപ്പെടുത്തേണ്ട ആവശ്യമില്ലേ? അതിനുവേണ്ടി പ്രാർത്ഥനകളിൽ മുഴുകാനും നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകളിൽ മുഴുകാനും അന്ത്യസമയം വരുമ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ എല്ലാ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും എല്ലാവരോടും നമുക്ക് എന്തെല്ലാം സഹായങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നോ എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടി
ഈ ലോകം വിട്ടു പോകാനായിട്ട് നമുക്ക് മനസ്സമാധാനത്തോടെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. മികച്ച ജീവിതാന്ത്യ പരിചരണം നൽകുന്നതിനൊപ്പം സമൂഹത്തിൻ്റെ അടിയന്തര പരിഗണന വേണ്ടവരാണ് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് കഴുത്തിന് കീഴെയോ അരയ്ക്കു കീഴെയോ ചലനശേഷി പരിമിതപ്പെട്ടവർ. ഇത്തരത്തിലുള്ള 4000-ഓളം പേർ നിലവിൽ ആൽഫയുടെ വിവിധ ലിങ്ക് സെൻ്ററുകളിലെ പുനർജനി കേന്ദ്രങ്ങളിൽ നിന്ന് ഫിസിയോതെറാപ്പി സേവനം നേടുന്നുണ്ട്. പക്ഷേ അരമടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കഴുത്തിന് കീഴിൽ തളർന്ന് സ്വയം ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പറ്റാത്ത ആളുകൾ ധാരാളമുണ്ട് കൂട്ടത്തിൽ. അവർക്ക് ലിങ്ക് സെൻ്ററുകളിൽ എത്തപ്പെടാൻ കഴിയുന്നില്ല. അവരുടെ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന് തിരിയാൻ പോലും പരസഹായം വേണ്ടവർ, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം ഭാരമായവർ, കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം ചോദ്യചിഹ്നമാക്കുന്നവർ, ആധുനിക ഫിസിയോതെറാപ്പി ചികിത്സ നിരന്തരമായി നൽകുന്ന ദീർഘകാല കിടത്തി ചികിത്സാ സൗകര്യങ്ങളുള്ള ഹോസ്പീസുകളാണ് ഇത്തരം രോഗികൾക്ക് വേണ്ടത്. ഈ തിരിച്ചറിവിലാണ് ജീവിതാന്ത്യ പരിചരണത്തിനായി 50 ഹൈ ഡിപ്പെൻഡൻസി മുറികളും ഫിസിയോതെറാപ്പി ആവശ്യമുള്ള 140 പേരെ കൂട്ടിരിപ്പുകാർ ഇല്ലാതെ കിടത്തി ചികിത്സിക്കുന്നതിനായി 70 മുറികളും 140 ട്രീറ്റ്മെൻറ്റ് ബെഡുകളും വേണ്ടിവന്നാൽ ഉപയോഗിക്കാനായി എല്ലാവിധ ആശുപത്രി സൗകര്യങ്ങളുടെയും പിൻബലത്തോടെ രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു ഹോസ്പീസ് നാഷണൽ ഹൈവേ 66 ചേർന്ന് സംഭാവനയായി ലഭിച്ച 5 ഏക്കറിൽ നിർമ്മിക്കുവാൻ ആൽഫ ഒരുങ്ങുന്നത്. 85 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ആൽഫ ഹോസ്പീസ് 190 പേർക്ക് ഒരേ സമയം കിടത്തി ചികിത്സ നൽകാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പീസ് ആയിരിക്കും. ആൽഫ ഹോസ്പീസ് ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായും 50 ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുകളും ഫിസിയോതെറാപ്പി മുറികളും ട്രീറ്റ്മെൻറ്റ് ബെഡുകളും രോഗീ പരിചരണവും സ്പോൺസർ ചെയ്തും ഈ പദ്ധതിയെ പിന്തുണയ്ക്കാം. ചികിത്സയ്ക്കൊപ്പം താമസവും ഭക്ഷണവുമെല്ലാം സൗജന്യമായി നൽകുന്ന ഈ ബൃഹത്തായ പദ്ധതിയുടെ നടത്തിപ്പിനായുള്ള വെൽത്ത് ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകിയും പദ്ധതിക്ക് ഒപ്പം നിൽക്കാനും ആൽഫ നിങ്ങളെ ക്ഷണിക്കുന്നു. ജീവിതത്തിൻ്റെ സൗരഭ്യം പോലെ ജീവിതാന്ത്യവും വിടപറയലും ഇഷ്ടപ്പെട്ടവരുടെ പരിലാളനകൾ അനുഭവിച്ച് അവരുടെ സ്നേഹത്തിനും പരിഗണനകൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കുടുംബത്തിന് കടബാധ്യത നൽകാതെ മരണം പോലും അന്തസ്സോടെയാകാൻ ആൽഫ ഹോസ്പീസ് നമുക്ക് യാഥാർത്ഥ്യമാക്കാം.